നമസ്കാരം എല്ലാ ഐഎസ്എൽ പ്രേമികൾക്കും GTF ഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യും ഒഡീഷ FC-യും തമ്മിൽ നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രഡിക്ഷൻ ലൈനപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായി ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ISL-ന്റെ സെക്കൻഡ് ഫേസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരുപാട് ദുരിത കഷ്ടപ്പാടുകളിലൂടെ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പരിക്കുകളും കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തന്നെ ബാധിച്ചിരുന്നു. ഇവാൻ ബുക്കോമനോവിച്ച് ഉള്ള ടീമിനെ വെച്ചാണ് നിലവിൽ ഇതുവരെ എത്തിയിട്ടുള്ളത്. എന്തായാലും പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ അഡ്രിയാൻ ലൂണയും ഡിമിട്രിയോസ് ഡയമൻഡാഗോസും ടീമിനോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ലൈനപ്പിന് വളരെയധികം നല്ലൊരു മാറ്റം വരാൻ തന്നെ സാധ്യതകൾ കാണുന്നുണ്ട്. നമുക്ക് നേരെ ലൈനപ്പിലേക്ക് കടക്കാം. ഗോൾ കീപ്പറായിട്ട് വരാൻ പോകുന്നത് മിക്കവാറും ലാറ ശർമ്മ തന്നെയായിരിക്കും. നമുക്കറിയാം അവസാന 2 മത്സരങ്ങളിൽ ഇവാൻ ബുക്കോമനോവിച്ച് ടീമിനായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ലാറ ശർമ്മയാണ്. വളരെ മികച്ച പ്രകടനം തന്നെയാണ് ലാറ ശർമ്മ ടീമിന് വേണ്ടി പുറത്തെടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ മിക്കവാറും പ്ലേ ഓഫിൽ ലാറ ശർമ്മക്ക് തന്നെ അവസരം നൽകാനാണ് കൂടുതൽ സാധ്യതകൾ കാണുന്നത്. അടുത്ത നമുക്ക് ഡിഫൻസീവ് ലൈൻ നോക്കാം. സെന്റർ ബാക്ക് പൊസിഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഏറ്റവും വലിയ ഡിഫൻസീവ് ബോൾസ് ആയിട്ടുള്ള മിലോസ് ഡ്രിൻസിച്ചും അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിച്ചും തന്നെയായിരിക്കും സെന്റർ ബാക്കിൽ അണിനിരത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരാൻ പോകുന്നത് സന്ദീപ് സിംഗും റൈറ്റ് ബാക്കിലേക്ക് വരാൻ പോകുന്നത് ഹൊർമിബം റൂവ തന്നെയായിരിക്കും. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ശക്തിയേറെ ഡിഫൻസ് ലൈൻ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FC അണിനിരത്താൻ പോകുന്നത്. അടുത്തായിട്ട് നമുക്ക് മിഡ്ഫീൽഡ് ലൈൻ നോക്കാം. ഡിഫൻസീവ് മിഡായിട്ട് വരാൻ പോകുന്നത് വിപിൻ മോഹനും അതുപോലെ തന്നെ ജിക്സൺ സിംഗ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരാൻ പോകുന്നത് സൗരവ് മന്ദാലും റൈറ്റ് വിങ്ങിലേക്ക് വരാൻ പോകുന്നത് എയ്മനുമായിരിക്കും. അവസാനമായി പറയാൻ പോകുന്നത് അറ്റാക്കിംഗ് നിരയെ പറ്റിയിട്ടാണ്. അവിടെ അണിനിരക്കാൻ പോകുന്നത് 2 മികച്ച താരങ്ങളാണ്. തീർച്ചയായിട്ടും അഡ്രിയാൻ ലൂണയും ഡിമിട്രിയോസ് ഡയമൻഡാഗോസും ഉണ്ടെങ്കിൽ ഇരുവരും തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അറ്റാക്കിംഗ് നിര ഭരിക്കാൻ പോകുന്നത്. എന്തായാലും ഇരുവരും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പ്ലേ ഓഫിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ആയിരിക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഡീഷ FCക്കെതിരെ അണിനിരക്കാൻ പോകുന്നെന്ന് പ്രതീക്ഷയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.